വെൽക്കം ബാക്ക് ടു എറ്റ് സ്പേസ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് ദ റഷ്യൻ റെവല്യൂഷൻ എന്നുള്ള പുതിയൊരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോയല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പാർട്ട് 2 ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അധികം ലാഗ് എടുപ്പിക്കാതെ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ബുക്കൊക്കെ ആയിട്ട് എല്ലാവരും റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് 2.1 ദ റഷ്യൻ എംപയർ ഇൻ 1914. ഇതാണ് ഞാൻ പറഞ്ഞ സാർ നിക്കോളസ് II. എല്ലാവരെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവർ നല്ലവരായിരുന്നോ, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ നമ്മൾ പഠിക്കും. ഇതൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പം ആദ്യം ബുക്കിലോട്ടൊന്ന് നോക്കിക്കേ. 2.1 ദ റഷ്യൻ എംപയർ കണ്ടോ? ഓക്കെ, ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അണ്ടർലൈൻ ചെയ്തോളൂ. ഇൻ 1914 സാർ നിക്കോളസ് II റൂൾഡ് റഷ്യ ആൻഡ് ഇറ്റ്സ് എംപയർ. ആരായിരുന്നു റഷ്യ റൂൾ ചെയ്യുന്നത് 1914? സാർ നിക്കോളസ് II. അപ്പൊ ബുക്കിൽ ആ ഒരു പേര് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതൊരു 1 വേർഡിനൊക്കെ ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സാർ നിക്കോളസ് II ആണോ, സാർ നിക്കോളസ് V തരും. അങ്ങനെ ഈ രാജാക്കന്മാരുടെ പേരൊക്കെ ഈ 1, 2, 3 ആ ഒരു രീതിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി കാണാം. ഓക്കെ, അപ്പം ദ റഷ്യൻ എംപയർ ഇൻക്ലൂഡ് കറന്റ് ഡേ ഫിൻലാൻഡ്, ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, പാർട്സ് ഓഫ് പോളണ്ട്. ഞാനതൊരു ഹൈലൈറ്റ് അണ്ടർലൈൻ മാറ്റിയിട്ട് ഞാൻ ഹൈലൈറ്റ് ആക്കാം, കുറച്ചും കൂടെ കാണാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ദ കറന്റ് ഡേ ഫിൻലാൻഡ്, ലാറ്റ്വിയ, പാർട്സ് ഓഫ് പോളണ്ട്, ദെൻ Ukraine and Belarus. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഏരിയാസ്, കൺട്രീസ്, ആ ഒരു റീജിയൻസ് ആയിരുന്നു എന്തിൻ്റെ അണ്ടറിലുള്ളത്? റഷ്യയുടെ അണ്ടറിലുള്ളത്. ഹൈലൈറ്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ആകുന്നില്ല. ഞാൻ ഒന്നും കൂടെ എന്നാൽ പിന്നെ അണ്ടർലൈൻ തന്നെ എടുക്കാം, ഇതായിരിക്കും നല്ലതല്ലേ. ഓക്കെ, അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഫിൻലാൻഡ്, ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, പാർട്സ് ഓഫ് പോളണ്ട്. ഇങ്ങനെ പല റീജിയൻസ് ആയിരുന്നു എന്തിൻ്റെ അണ്ടറിലുള്ളത്? നമ്മുടെ റഷ്യൻ എംപയറിന്റെ അണ്ടറിലുള്ള. അപ്പൊ ആലോചിക്കണം, റഷ്യ എന്ന് പറയുന്നത് എത്ര വലിയ രാജ്യമായിരുന്നിരിക്കണം, എന്നാലല്ലേ ഇത്രയും ആ ഒരു റീജിയൻസ് അതിന്റെ അണ്ടറിൽ വരൂ. ഈവൻ ദ പസഫിക് ഓഷ്യൻ വരെ അതിന്റെ ആ ഒരു അണ്ടറിലായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്തോരം വലിയൊരു റീജിയൻ, ഒരു കൺട്രി ആയിരുന്നു റഷ്യ എന്നുള്ളത്. ആസ് വെൽ ആസ് ജോർജിയ, അർമേനിയ, അസർബൈജാൻ, അങ്ങനെ പല റീജിയൻസും പല കൺട്രീസും എന്തിൻ്റെ അണ്ടറിലായിരുന്നു? റഷ്യയുടെ അണ്ടറിലായിരുന്നു. ദ മെജോറിറ്റി റിലീജിയൻ വാസ് റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി. അവിടുത്തെ മേജർ ആയിട്ടുള്ള റിലീജിയൻ ഏതായിരുന്നു? റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ കാറ്റഗറി ഉണ്ട്. കാത്തോലിക്സ് ഉണ്ട്, അവിടെ പ്രൊട്ടസ്റ്റൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ബുദ്ധിസ്റ്റ് ഉണ്ട്. ആൻഡ് മേജർ ആയിട്ട് പറയുന്നത് ആരാണ്? നമ്മുടെ റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ആണ് എവിടുത്തെ മേജർ ആയിട്ടുള്ള റിലീജിയൻ, റഷ്യയിലെ മേജർ ആയിട്ടുള്ള റിലീജിയൻ. ഇതാണ് സാർ നിക്കോളസ് II കേട്ടോ. അത്രയും മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് താഴോട്ട് പോകാം. അപ്പം എൻ്റെ കൂടെ റീഡർ പേജും നോക്കി പോകണം കേട്ടോ. അപ്പം നമ്മൾ ഡയറക്റ്റ്ലി എന്തിലേക്ക് വരാണ്? എക്കണോമി ആൻഡ് സൊസൈറ്റിയിലേക്ക് നമ്മൾ പോവുക. ഓക്കെ, അപ്പം എല്ലാവരും ആ ഒരു പേജ് എടുത്തേക്ക്. അപ്പം അവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കഥ വരുന്നത്. മെയിൻ സംഭവങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അന്ന് റഷ്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നാണ് നമ്മൾ ഈ ഒരു എക്കണോമി ആൻഡ് സൊസൈറ്റിയിലൂടെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം ബുക്കിലെ ആദ്യത്തെ ലൈൻ തന്നെ അണ്ടർലൈൻ ചെയ്തേക്ക്. At the beginning of the 20th century, the vast majority of Russia's people were agriculturalists. About 85% of Russia എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അതായത് റഷ്യ എന്ന് പറയുന്നത് അപ്പം അത്രയ്ക്ക് അഗ്രികൾച്ചറലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു. ബാക്കിയുള്ള കൺട്രി, അതായത് ഈ ഫ്രാൻസ് അല്ലെങ്കിൽ ജർമ്മനി, ഇവരൊക്കെ എന്ന് പറയുന്നത് 40 to 50% മാത്രമേ ഉള്ളായിരുന്നു അവരുടെ ആ ഒരു അഗ്രികൾച്ചറൽ ഒരു പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ റഷ്യ 85%ഓളം എന്തായിരുന്നു? അഗ്രികൾച്ചറലിസ്റ്റ് ആയിരുന്നു. അപ്പം എല്ലാവരുടെയും മനസ്സിലൊരു സംശയം വരണം, അല്ലെങ്കിൽ വരുത്തണം. അവിടെ അപ്പം അഗ്രികൾച്ചറൽ ആയിരുന്നല്ലോ മെയിൻ ആയിട്ടുള്ള സംഭവം. പക്ഷെ അവിടെ അഗ്രികൾച്ചറൽ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവിടെ ഏറ്റവും ഫൈനസ്റ്റ് റിച്ചസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നോ?
അല്ല. അത് നമുക്ക് ആണോ അല്ലയോ എന്നൊക്കെ ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. എന്നാ നിങ്ങൾ സസ്പെൻസ് കുറച്ച് നേരത്തെ അറിഞ്ഞിരിക്കും. അല്ലായിരുന്നു. പിന്നെ ആരായിരുന്നു? നോബിൾസ്, അതുപോലെ തന്നെ നൊബിലിറ്റി, ചേർച്ച്, ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അവിടുത്തെ വലിയ ആൾക്കാർ. ഓക്കെ. അപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ്, റഷ്യ എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറലി എന്താണ് ഭയങ്കര വെൽ ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു റഷ്യ. റഷ്യ വാസ് ദ മേജർ എക്സ്പോർട്ടർ ഓഫ്, ഇനി ഇമ്പോർട്ടും എക്സ്പോർട്ടും അതൊക്കെ ഇല്ലേ, അതൊക്കെ അവിടെ നടന്നിരുന്നു. ഓക്കെ. പിന്നെ പറഞ്ഞ പോലെ ഈ എന്താണ് അഗ്രികൾച്ചറൽ ചെയ്തിരുന്ന ആൾക്കാരല്ലായിരുന്നു അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ, മറിച്ച് ആരായിരുന്നു? ഈ നോബിൾസ്, അതുപോലെ തന്നെ ചർച്ചസ്, നൊബിലിറ്റി, ഇവരൊക്കെ ആയിരുന്നു എന്താണ് അവിടുത്തെ വലിയ ആൾക്കാർ. അതായിരുന്നു അവിടുത്തെ പ്രശ്നം. കാരണം അഗ്രികൾച്ചറൽ അവരല്ലേ ചെയ്യുന്നത്. ഓക്കെ. കുറച്ച് മുകളിലോട്ട് പോയല്ലേ, കുറച്ചും കൂടെ മുകളിലോട്ട്. ഇൻഡസ്ട്രി വാസ് ഫൗണ്ട് ഇൻ പോക്കറ്റ്സ് പ്രൊമിനന്റ് ഇൻഡസ്ട്രിയൽ ഏരിയസ്. അതിന് മുന്നേ ആയിട്ട്, ഈ ഒരു സെന്റൻസിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ചെറിയൊരു കാര്യം കൂടെ നമ്മൾ പഠിക്കുകയാണ്. ഫ്രാൻസിൽ, അതായത് ഫ്രഞ്ച് റെവല്യൂഷന്റെ സമയത്തില്ലേടാ, ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ അവര് എന്താണ് ക്ഷമിച്ച് തലേ കയറി ഡാൻസ് കളിക്കാൻ നേരമാണ് അവരെന്താണ് പ്രതിഷേധിക്കാൻ, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനെ കണ്ടത്. അത് ഓർമ്മയില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പം അങ്ങനെ ഒരു എന്താണ് ഒരു പ്രഷർ വന്നപ്പോഴാണ് അവര് എന്ത് ചെയ്തത്, അവര് തിരിച്ചു പറയാൻ തുടങ്ങിയത്. പക്ഷെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ അങ്ങനെയാണോ? ഇവിടുത്തെ ഉള്ള ആൾക്കാർ അങ്ങനെയല്ല. എവിടത്തെ? റഷ്യയിലെ അങ്ങനെ ആൾക്കാർ. റഷ്യയിലെ കർഷകരെന്ന് പറയുന്നത് ഒരു ഭൂരിഭാഗം പേരും ഈ നൊബിലിറ്റി അല്ലെങ്കിൽ ചേർച്ച് ഇവരോടൊക്കെ ഭയങ്കര കട്ടക്കലിപ്പ. നീ എന്താണ് തല്ലിയതിന് ശേഷം കാര്യം ചോദിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുമാതിരി ഒരു എന്താണ് മെന്റാലിറ്റിയിലായിരുന്നു അവര് ഇങ്ങനെയുള്ള ആൾക്കാരുടെ എതിരെ എന്താണ് പോയിരുന്നത്. അവർക്ക് അത്രയ്ക്ക് അവരോട് ഇഷ്ടക്കേടുണ്ടായിരുന്നു. 1902 അല്ലെങ്കിൽ 1905 ഈ ഒരു പ്രശ്നം കാരണം വളരെയധികം ക്രൈസിസ്, വളരെയധികം ബഹളങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പം ഈ കർഷകരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് മീർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇപ്പം ബാക്കി താഴോട്ട് പഠിച്ചു വരുമ്പോൾ വരും. നേരത്തെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മീർ എന്ന് പറയുന്നത് എന്താണ്? ഈ മീർ, ഈ എന്താണ് ബുക്കിൽ ആ വാക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു നോക്കി അതൊന്ന് കണ്ടുപിടിച്ച് നോക്കി എവിടെയാണ് ഈ മീർ കിടക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കർഷകർ എന്ന് പറയുന്നത് അവരുടെ ഒരു ഭൂമി മൊത്തമായിട്ട്, ഫാമേഴ്സ് ഒക്കെ ഇല്ലേടാ, അവരെ ഈ ഭൂമി, അവരുടെ ആ ഒരു ലാൻഡ് എല്ലാം ഒന്നിച്ചു വെച്ചു. അപ്പൊ ഒന്നിച്ചു വെച്ചത് എന്തിനാണ്? അവർക്ക് അങ്ങ് ഒറ്റയ്ക്ക് കഴിക്കാനാണോ? അല്ല, എല്ലാം ഫാമിലീസിന്, വേണ്ടപ്പെട്ട ഫാമിലീസിന്, അതായത് അവർക്ക് ഏത് ഫാമിലീസിനാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് വീതിച്ചു കൊടുക്കാനായിട്ട് അവർ ഒന്നിച്ചു വെച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇതിനെയാണ് മിർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനിയാണ് നമ്മൾ ഈ ഫാക്ടറി തൊഴിലാളികളുടെ ഇൻഡസ്ട്രിയൽ കാര്യങ്ങളിലേക്ക് വരുന്നത്. ഫസ്റ്റ് കാറ്റഗറി ആരായിരുന്നു? അഗ്രികൾച്ചറലിസ്റ്റ് ആയിരുന്നു. സെക്കൻഡ് ആരാണ്? ഇൻഡസ്ട്രിയൽ. ഇൻഡസ്ട്രി വാസ് ഫൗണ്ട് ഇൻ പോക്കറ്റ്സ്. ഇൻഡസ്ട്രി വാസ് ഫൗണ്ട് ഇൻ പോക്കറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പോക്കറ്റിൽ ഇൻഡസ്ട്രി കയറിയിരുന്നാണോ? അല്ല. എന്ന് വെച്ചാൽ എല്ലാവരുടെയിലും, എല്ലാ ഒരു കൺട്രിയുടെ എല്ലാ റീജിയനിലും ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫാക്ടറീസ് അങ്ങനെ വൈഡ് സ്പ്രെഡ് ആയിരുന്നില്ല. ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് വെർ നോട്ട് സ്പ്രെഡ് ഔട്ട് ഈവൻലി അക്രോസ് ദ എൻറ്റയർ കൺട്രി. മറിച്ച് ദേ വർ ജസ്റ്റ് ക്ലസ്റ്റേർഡ്, കുറച്ച് ഭാഗങ്ങളായിട്ട് മാത്രം, സ്പെസിഫിക് ഏരിയാസോ സ്പെസിഫിക് പോക്കറ്റ്സിൽ ഐസൊലേറ്റഡ് ആയിരുന്നു എന്ത്? ഇൻഡസ്ട്രീസ്. ഓക്കെ. പിന്നെ പ്രൊമിനന്റ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് വെർ സെന്റ് പീറ്റേഴ്സ്ബർഗ്. ഏതൊക്കെയായിരുന്നു പ്രൊമിനന്റ് ആയിട്ടുള്ളത്? വളരെ എന്താണ് MCQലൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. Prominent industrial areas were St. Petersburg and Moscow. Craftsmen undertook much of the production, but large factories existed alongside craft workshops. Many factories were set up in 1890s when Russia's. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു വിടാം. ഞാൻ ഡയറക്റ്റ്ലി കാര്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ. മോസ്റ്റ് ഇൻഡസ്ട്രിയിലും എന്തായിരുന്നു? വാസ് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ഇൻഡസ്ട്രീസ്. ഗവൺമെന്റ് സൂപ്പർവൈസ് ലാർജ് ഫാക്ടറീസ് ടു എൻഷുർ മിനിമം വേജ് ആൻഡ് ലിമിറ്റഡ് അവേഴ്സ്. അതായത് ഗവൺമെന്റ് അതിനെ എൻഷുർ ചെയ്തിരുന്നു. അതായത് മിനിമം വേജസ് അല്ലെങ്കിൽ അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇത്ര എന്താണ് അവേഴ്സ് മാത്രം വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള സംഭവമൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഫാക്ടറി ഇൻസ്പെക്ടേഴ്സ് കുഡ് നോട്ട് പ്രിവെന്റ്
പ്രിവെന്റ് റൂൾസ് ബീങ് ബ്രോക്കൺ. അത് അങ്ങനെ ഒരു റൂള് തെറ്റിയാൽ അതിനെ അങ്ങനെ നോക്കി നടത്താനൊന്നും വലിയ ഇതില്ലായിരുന്നു. വർക്കേഴ്സ് വെയർ ഡിവൈഡഡ് ഇൻ ടു സോഷ്യൽ ഗ്രൂപ്പ്. സം ഹാഡ് സ്ട്രോങ് ലിങ്ക്സ് വിത്ത് ദ വില്ലേജസ് ഫ്രം വിച്ച് ദേ കെയിം. അതേഴ്സ് ഹാഡ് സെറ്റിൽഡ് ഇൻ സിറ്റീസ് പെർമനന്റ്ലി. വർക്കേഴ്സ് വെയർ ഡിവൈഡഡ് ബൈ സ്കിൽ. അത് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വർക്കേഴ്സ് വെയർ ഡിവൈഡഡ് ബൈ സ്കിൽ. ഒരു മെറ്റൽ വർക്കർ ഓഫ് സെന്റ് പീറ്റേഴ്സ് വർക്ക് അതിനെ റീകോൾഡ് മെറ്റൽ വർക്കേഴ്സ് കൺസിഡർ ദംസെൽസ് aristocrats among other workers. Their occupation demanded more training and skill. എന്ന് വെച്ചാൽ എന്താണ്, ഈ മെറ്റൽ വർക്കേഴ്സ് ഉണ്ടല്ലോ, അവരവരെ നമ്മുടെ വലിയ ആൾക്കാരായിട്ടാണ് അവരെ തന്നെ, എന്നെപ്പറ്റി എനിക്ക് നല്ല മതിപ്പാന്ന് നമ്മൾ പറയത്തില്ലേ, അതുമാതിരി തന്നെ ഈ മെറ്റൽ വർക്കേഴ്സിന് അവരെ പറ്റി നല്ല മതിപ്പായിരുന്നു. കാരണം വെച്ചാൽ അവർക്ക് കൂടുതൽ ട്രെയിനിങ് അവർക്കായിരുന്നു കിട്ടുന്നത്. പിന്നെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇവിടെ എന്താണ് വരുന്നത്, വുമൺ മെയ്ഡ് അപ് ടു 31% ഓഫ് ദ ഫാക്ടറി ലേബർ ഫോഴ്സ് ബൈ 1940. അത് അണ്ടർലൈൻ ചെയ്തോളൂ. ഓക്കെ, ചെയ്തെന്ന് വിശ്വസിക്കുന്നു. But they were paid less than men. പക്ഷേ അവരെന്താണ്, അവർക്ക് മെന്നിനെക്കാട്ടിലും അവർക്ക് കിട്ടിയ സാലറി എന്ന് പറയുന്നത് ലെസ് ആയിരുന്നു. Between half and 3/4 of men's wage. അവരിപ്പം എന്താണ് എത്രമാത്രം ജോലി ചെയ്താലും അവർക്ക് കുറഞ്ഞ ശമ്പളം കിട്ടിയിരുന്നുള്ളൂ. ഇനിയിപ്പം എന്താണ് അവര് ഒരു 10-15 മണിക്കൂറോളം വർക്ക് ചെയ്തെന്നു ഇരിക്കട്ടെ, അവർക്ക് എന്നാലും എന്താണ് ലോ വേജസ് ആയിരുന്നു സ്ത്രീകൾക്ക് മെന്നിനെക്കാട്ടിലും എന്താണ് കമ്പാരിറ്റീവ്ലി അവർക്ക് കിട്ടിയിരുന്നത്. ഈവൻ ദോ അവരുടെ ഒരു പോപ്പുലേഷൻ, അവരുടെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മെൻ കൂടുതലായിരുന്നിട്ട് കൂടെ അവർക്ക് ലെസ് വേജസ് ആയിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. സമയം, ആ ഒരു ജോലിയുടെ സമയമോ 10-12 മണിക്കൂറൊക്കെ ഒരേ നിപ്പിൽ വർക്ക് ചെയ്യണം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ചില ഈ മറ്റേ വർക്ക്ഷോപ്സ് ഒക്കെ ഇല്ലേടാ, അപ്പം അതിനകത്തൊക്കെ 15 മണിക്കൂറോളം ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്ന എന്താണ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതേത് മീൻസ് ടൈം പീരിയഡിലാണ്, 1914 ഓൾറൈറ്റ്, 1914. പിന്നെ അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എത്ര നാൾ ഒരാളെ വായടച്ച് മിണ്ടാതിരിപ്പിക്കാൻ നമുക്ക് പറ്റും? അപ്പോൾ ഇതിനെതിരെ തൊഴിലാളികളൊക്കെ ഇടയ്ക്കിടെ പണിമുടക്ക്, അതായത് സ്ട്രൈക്സ് ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് 1896 അല്ലെങ്കിൽ 1897 ആ ഒരു റേഞ്ചിലും, പിന്നെ അതുപോലെ 1902 എന്തായി, അവർ വലിയ രീതിയിൽ ആ ഒരു സ്ട്രൈക്സ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. ഓക്കെ ആണേ, ഇത്രയും വരെ കംപ്ലീറ്റ്ലി പക്കയാണേ. നമുക്ക് മുന്നോട്ട് പോയാലോ. നമ്മളിനി ഇത്രയും നേരം ഞാൻ എന്താണ് പറഞ്ഞത്, ഈ വുമന്റെ കാര്യം, അതായത് 31% അവർക്ക് ഒരു പോപ്പുലേഷനിൽ അവർ കൂടുതലായിട്ടും അവർക്ക് ലെസ് വേജ് ആയിരുന്നു കിട്ടുന്നത്. പിന്നെ അതുപോലെ മെറ്റൽ വർക്കേഴ്സ് അവരെ തന്നെ വലിയ ആളായിട്ടായിരുന്നു കൺസിഡർ ചെയ്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇവിടെ നോക്കിക്കേ, സൈഡിലൊരു പിക്ചർ സ്റ്റഡി ആയിട്ട് ഇതെന്താണ്, ഇതൊരു ഡോർമിറ്ററിയാണ്. എന്താണിത്, ഒരു ഡോർമിറ്ററിയാണ്. അതായത് ഇതിനകത്താണ് ആൾക്കാർ കിടന്നുകൊണ്ടിരുന്നത്. വർക്കേഴ്സ് സ്ലീപ്പിംഗ് ഇൻ ബങ്കേഴ്സ്. കുറേ നേരത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നു എന്താണ് താമസിച്ചിരുന്നത്. അവർക്ക് അവരുടെ ഫാമിലീസിനെ ഒന്നും കൂടെ ഇരുത്താൻ പറ്റിയിരുന്നില്ല. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോയാലോ, നെക്സ്റ്റ് പാരയിലേക്ക് പോയാലോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്ട്രൈക്കിന്റെ കാര്യം അതാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വായിച്ചു പോവുക. റീഡറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോട്ട്സിനെക്കാട്ടും. ഓൾറൈറ്റ്. അതുപോലെ തന്നെ അതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ മൊബിലിറ്റി ആൻഡ് ദ ക്രൗൺ ആൻഡ് ദ ഓർത്തഡോക്സ് ചർച്ച് ഓൺ ലാർജ് പ്രോപ്പർട്ടീസ്. അവിടെ അഗ്രികൾച്ചർ ചെയ്ത് അവർ എന്താണ് ജോലി ചെയ്ത അങ്ങനെ ആ ഒരു കൺട്രി ആയിരുന്നല്ലോ റഷ്യ. അവിടെ അവരായിരുന്നില്ല വലിയവർ, മറിച്ച് ആരായിരുന്നു, ക്രൗൺ, ഓർത്തഡോക്സ് ചർച്ച് ഓൺ ലാർജ് പ്രോപ്പർട്ടീസ്, നൊബിലിറ്റി. ഓക്കെ, ഇവരൊക്കെയായിരുന്നു അവിടുത്തെ വലിയ ആൾക്കാർ. നെക്സ്റ്റ് പേജ്. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നോബിൾസിന് എന്താണ് മറ്റേ ഫ്രഞ്ച് റെവല്യൂഷനിലെ പോലെ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ വലിയ റെസ്പെക്റ്റ് ഒന്നും ഇവരോടൊന്നും ഇല്ല. നോബിൾസ് ഗോട്ട് ദെയർ പവർ ആൻഡ് പൊസിഷൻ ത്രൂ സർവീസസ് ടു സാർ. സാറിനെ ഇങ്ങനെ പ്രീതിപ്പെടുത്തി നിർത്തിയപ്പോഴാണ് നോബിൾസിന് എന്താണ് കുറച്ച് എന്താണ് പവറൊക്കെ കിട്ടിയത്. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നൊരു ചൊല്ലുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയതാണ് ഇവർക്ക് ഈ പവറൊക്കെ. നോട്ട് ത്രൂ ലോക്കൽ പോപ്പുലാരിറ്റി. ഇപ്പോൾ ലോക്കൽ പോപ്പുലാരിറ്റിയിലൂടെ ആയിരുന്നില്ല കിട്ടിയത്. ദിസ് വാസ് അൺലൈക്ക് ഫ്രാൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഫ്രാൻസിലെ പോലെ ആയിരുന്നില്ല ഇവിടുത്തെ കണ്ടീഷൻ. പെസൻസ് റെസ്പെക്റ്റഡ് നോബിൾസ് ആൻഡ് ഫോർട്ട് ഫോർ ദം. പക്ഷേ ഇവിടെ റഷ്യ എന്ന് പറയുന്നത്, ഇവിടെ ദേ വാണ്ടഡ് ദ ലാൻഡ്.
Sorry, നിങ്ങളത് മൈൻഡ് ആക്കണം. This was unlike France, where during the French Revolution in Brittany, peasants respected nobles and അവർക്ക് വേണ്ടി fought ചെയ്തു. പിന്നെ അതുപോലെ റഷ്യയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പെസൻസ് വാണ്ടഡ് ലാൻഡ് ഓഫ് നോബിൾസ്. അവർക്ക് റഷ്യയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞാണ്. അതായത് നോബിൾസിന് ഭൂമി ഉണ്ടെങ്കിൽ അത് അവരുടെ ഭൂമിയും കൂടെ നമുക്ക് വേണമെന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ അവർ അത്രയ്ക്ക് അവരെ ഇഷ്ടമല്ല, ഒറ്റ വാക്കി പറഞ്ഞാൽ അവരെ ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ. ഫ്രീക്വന്റ്ലി ദ റെഫ്യൂസ് ടു പേ റെന്റ്, അതായത് ഈവൻ അതായത് ഇത്ര ഭൂമിക്ക് ഇത്ര പൈസ കൊടുക്കണം അന്നത്തെ കാലത്ത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ റെന്റ് ഒന്നും തരത്തില്ല. ചില ലാൻഡ് ലോഡ്സിനെ ഭൂമിയുടെ ഉടമകളെയൊക്കെ കൊന്നു കളഞ്ഞു. അപ്പൊ അത്രയ്ക്ക് അറ്റാക്കിങ് ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അവർക്ക്. ഇൻ 1902 ആൻഡ് ദിസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, കണ്ടീഷൻ കുറച്ചുകൂടെ വേഴ്സ് ആയ സമയം. പിന്നെ ഞാൻ മിടുക്കന്മാരും ഒക്കെ അതൊക്കെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. മിർ എന്താ അർത്ഥം, ഞാനത് അതിന്റെ അർത്ഥവും പറഞ്ഞു തന്നു. മിർ എന്താണ്, ഈ ആൾക്കാര് തന്റെ ലാൻഡിനെ കളക്റ്റീവായിട്ട് ഒരിടത്ത് വെച്ചു ആൻഡ് അവർക്ക് വേണ്ടപ്പെട്ട ഫാമിലീസിനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി അടുത്ത ടോപ്പിക്കായ 2.3 സോഷ്യലിസം ഇൻ റഷ്യയിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ആ പാർട്ടിലേക്ക് പോവാം. ഓക്കെ. All political parties were illegal in Russia before 1940. അത് അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ദ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക്. അപ്പം ഈ ഒരു 1914 മുന്നേ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇല്ലീഗൽ ആയിരുന്നു. എവിടത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്? റഷ്യയിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ. അപ്പം അവിടെ എല്ലാം ഇല്ലീഗൽ ആയിരുന്നു, പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഇല്ലീഗൽ ആയിരുന്നു. അപ്പം എല്ലാം ഇങ്ങനെ രഹസ്യമായിട്ടായിരുന്നു ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ആ ഒരു കാരണത്താൽ 1898 ഫോം ചെയ്ത ഒരു സോഷ്യലിസ്റ്റ് പോലെയുള്ള ആൾക്കാർ, സോഷ്യലിസ്റ്റ് ആരാന്ന് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അവര് ഫോം ചെയ്ത ഒരു പാർട്ടിയാണ് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ആ പാർട്ടി എന്ത് ചെയ്തു? 1898 ഫോം ചെയ്യപ്പെട്ടു. ഈ പാർട്ടീസ് ഒക്കെ ഫോം ചെയ്ത ഡേറ്റ് ഓർത്തിരിക്കണ ബൈ സോഷ്യലിസ്റ്റ് ഹു റെസ്പെക്റ്റഡ് മാർക്സ് ഐഡിയ. ഈ മാർക്സ് ആരാ? നല്ല കേട്ടുപരിചയമുള്ള പേരല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാണുക. കാൾ മാർക്സ്. ഓക്കെ. However, because of government policing, it had to operate an illegal organization. It set up newspaper, mobilized workers and organized strikes. ഒന്നും മനസ്സിലായില്ല മിസ്? ഒന്നുമില്ല. ഇത് ഇല്ലീഗൽ ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ പറഞ്ഞല്ലോ 1914 മുന്നേ എല്ലാം ഇല്ലീഗൽ ആയിരുന്നു. അപ്പം ആ ഒരു പാർട്ടിയും ഇല്ലീഗൽ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. ഇനി ഇവിടെ ഒരു ബുക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഗ്രൂപ്പ് ഉണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് റെവല്യൂഷണറീസും, സെക്കൻഡ് എന്ന് പറയുന്നത് വ്ളാഡിമിർ ലെനിന്റെ ബേസിൽ വന്ന കുറച്ച് ഡിവിഷൻസ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ പറ്റി. അത് നമുക്ക് പോവാം. Some Russian socialists felt that the Russian peasant custom of dividing land periodically made them natural socialists. So peasants, not workers, would be the main force of revolution, and Russia could not become socialist more quickly than other countries. Socialists were active in the countryside through the late 19th century. They formed the Socialist Revolutionary Party in 1900. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് ഉണ്ടെന്ന്. അപ്പൊ ഇവരെന്താണ് ഈ പറഞ്ഞത്? അപ്പൊ ഇവര് കർഷകർക്ക് വേണ്ടിയിട്ടാണ് വാദിച്ചത്. ഇവര് ഫാമേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. അപ്പം കർഷകക്കാരാണ് അതായത് റെവല്യൂഷനൊക്കെ അവര് വേണം നയിക്കാൻ, അവരാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു ആർക്ക്? സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. ദിസ് പാർട്ടി സ്ട്രഗിൾഡ് ഫോർ പെസൻസ് റൈറ്റ്, മനസ്സിലായോ? പെസൻസ് റൈറ്റ് and demanded that land belonging to nobles be transferred to peasant. എന്താണോ നോബിൾസിന്റെ കയ്യിലുള്ള ലാൻഡും കൂടെ പെസൻസിന് വിട്ട് കൊടുക്കണം എന്നുള്ള ഡിമാൻഡ് ആയിരുന്നു ആർക്ക്? സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി പാർട്ടിയുടെ മെമ്പേഴ്സിന്, അതായത് ആ ഒരു പാർട്ടിക്ക്. പിന്നെ സോഷ്യൽ ഡെമോക്രാറ്റ്സ് ഡിസഗ്രീഡ് വിത്ത് സോഷ്യലിസ്റ്റ് റെവല്യൂഷണറീസ് അബൌട്ട് പെസൻസ്. പക്ഷേ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ്സ് എന്ത് ചെയ്തു? ഈ ഒരു സോഷ്യലിസ്റ്റ് റെവല്യൂഷണറിന്റെ ഐഡിയയ്ക്ക് എതിര് നിന്നു. അപ്പോഴാണ് വ്ളാഡിമിർ ലെനിൻ എന്ന് പറയുന്ന ഒരാളുടെ വരവ്. അപ്പം വ്ളാഡിമിർ ലെനിൻ എന്താണ് പറഞ്ഞത്? വ്ളാഡിമിർ ലെനിൻ പറഞ്ഞത് തൊഴിലാളികൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന്. തൊഴിലാളികൾക്ക്, പെസൻസ് അല്ല, കർഷകർക്കല്ല, മറിച്ച് ലേബേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. Lenin felt that peasants were not one united group.
ലെനിൻ എന്തുകൊണ്ടാണ് ലെനിൻ അങ്ങനെ പറഞ്ഞത്, കണ്ണിച്ചോര ഇല്ലാതായി പോയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചിന്തിക്കുക അല്ലേ. എന്നു വെച്ചാല് ലെനിന് തോന്നിയത് പെസൻസ് എന്ന് പറയുന്ന ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ഒറ്റ ഗ്രൂപ്പ് അല്ല. ചിലവര് പണക്കാരാവാം, ചിലവർക്ക് പണം ഇല്ലായിരിക്കാം, ചിലവര് ലേബേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തു, ചിലവര് ക്യാപിറ്റലിസ്റ്റ് ആയിട്ട്, ചിലവര് എംപ്ലോയിഡ്. അപ്പൊ അങ്ങനെ ഒരു യുണൈറ്റഡ് ഗ്രൂപ്പ് അല്ല ആര്, പെസൻസ് എന്ന് ആര് പറഞ്ഞു, ലെനിൻ പറഞ്ഞു. ഓക്കെ ഓക്കെ അപ്പം while others were capitalist, okay, given this ഈ ഒരു ഡിഫറൻസിയേഷൻ അവരുടെ തമ്മിലുള്ളിടത്തോളം കാലം they could not be a part of socialist movement. അവരുടെ ഉള്ളില് മീൻസ് അവരുടെ ബിറ്റ്വീൻ ദം അത്രയും ഡിഫറൻസിയേഷൻസ് ഉണ്ട്. ചിലവര് പണക്കാര്, ചിലവര് പാവപ്പെട്ടവര്, അല്ലാതെ എല്ലാരും കൂടെ ഒരു ക്ലാസിഫിക്കേഷനിൽ പെടുന്ന ആൾക്കാരല്ല. മനസ്സിലായോടാ? എല്ലാവരും ഒരു ക്ലാസിഫിക്കേഷനിൽ പെടുന്ന ആൾക്കാരല്ല. പലവരും പല കാറ്റഗറി ആകാം. ചിലവർക്ക് ജോലിയുണ്ട്, ചിലവർക്ക് ജോലിയില്ല, ചിലവർ പണക്കാര്, ചിലവർ പാവപ്പെട്ടവര്. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ളിടത്തോളം കാലം അവർക്ക് സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ പാർട്ട് ആവാൻ കഴിയില്ല എന്നാര് പറഞ്ഞു, ലെനിൻ പറഞ്ഞു. But this party was divided over the strategy of organization. Vladimir Lenin, who led the Bolshevik group that in the repressive society like Tsarist Russia, the party should be disciplined and should control the number and quality of its members. Others, Mensheviks, thought that the party should be open to all, as in Germany. അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അത് ഞാൻ പറഞ്ഞല്ലോ, ലെനിൻ ഇങ്ങനെ ഒരു സംഭവമായിരുന്നു ലെനിൻ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്തു, പാർട്ടി രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. എങ്ങനെ, ഏതൊക്കെ പാർട്ടിയായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു, ഒന്ന് ബോൾഷെവിക് ആയിട്ടും ഒന്ന് മെൻഷെവിക് ആയിട്ടും. അപ്പൊ ഈ ബോൾഷെവിക്കുകാർ എന്താണ് പറഞ്ഞത്, ബോൾഷെവിക്കുകാര് ലെനിനെ സപ്പോർട്ടായിരുന്നു. ലെനിൻ എന്താണോ പറയുന്നത് അത് കറക്റ്റ് ആണ് എന്ന് ബോൾഷെവിക്ക് പറഞ്ഞത്. കാരണം റഷ്യ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ അത്രമേൽ ഡിസിപ്ലിൻ വേണം കാര്യങ്ങൾക്ക്. ഡിസിപ്ലിൻ ഷുഡ് ബി കൺട്രോൾഡ്. ഈ ഒരു ക്വാണ്ടിറ്റിയെക്കാട്ടിലും ക്വാളിറ്റിക്കാണ് എന്താണ് വില കൊടുക്കേണ്ടതെന്നാണ് ബോൾഷെവിക് ഗ്രൂപ്പ് പറഞ്ഞത്. ലെനിന് സപ്പോർട്ടീവ് ആയിരുന്നു ബോൾഷെവിക്. പക്ഷെ മെൻഷെവിക് പറഞ്ഞത് ജർമ്മനിയിലുള്ള പോലെ എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ പാർട്ടി ഓപ്പൺ ആയിരിക്കണം, അല്ലാതെ ഇത്ര ആൾക്കാർക്ക് മാത്രമായിരിക്കരുത് എന്നൊരു എന്താണ് അഭിപ്രായമാണ് വേറെ ഒരു ഗ്രൂപ്പിന് വന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു പാർട്ടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ബോൾഷെവിക്കും മെൻഷെവിക്കുമായിട്ട്. മനസ്സിലായോ? പക്കയാണോ? വൃത്തിയായിട്ട് മനസ്സിലായോ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, 2.4 at turbulent time, the 1905 revolutionലേക്ക് പോവാം. അണ്ടർലൈൻ ചെയ്തോളൂ. റഷ്യ വാസ് ആൻ ഓട്ടോക്രസി. അതെന്താണ് ഈ ഓട്ടോക്രസി? ഓട്ടോക്രസി എന്ന് വെച്ചാല് ഈ ഒരു സിസ്റ്റം ഓഫ് ഗവൺമെന്റ് തന്നെയാണ് വേർ വൺ പേഴ്സൺ ഹാസ് ആബ്സല്യൂട്ട് അൺലിമിറ്റഡ് പവർ. ഒരാൾക്കായിരിക്കും ഏറ്റവും എന്താണ് ഭയങ്കരമായിട്ടുള്ള അധികാരം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും, അങ്ങനെ ഒരു ഓട്ടോക്രാറ്റിക് ഗവൺമെന്റ് ആവുമ്പോഴത്തേക്കിനും സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരാൾ തന്നെ ആയിരിക്കുമല്ലോ എല്ലാത്തിൻ്റെയും ഹെഡ്. അപ്പം അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ അൾട്ടിമേറ്റ് പവർ ആയിട്ട് അതൊരു മോശമായിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈവൻ ഇൻ ദ ബിഗിൻ 20th സെഞ്ചുറിയുടെ സ്റ്റാർട്ടിങ്ങിൽ പോലും സാർ നിക്കോളസ് ടു എന്ന് പറയുന്നത് ഹി വാസ് നോട്ട് സബ്ജക്റ്റഡ് ടു എനി പാർലമെന്റ്, അതായത് എലക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർലമെന്റ് ഒന്നുമല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ സാർ നിക്കോളസ് ടൂവിന് തന്റെ പവേഴ്സ് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്താണ്, സാർ നിക്കോളസ് ടൂവിന് തന്റെ പവേഴ്സ് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം റഷ്യയിലുള്ള ലിബറൽസ് ആരായിരുന്നു? ഫസ്റ്റ് പാർട്ടിലുണ്ട് ലിബറൽസ് ആരായിരുന്നു? ലിബറൽസ് എന്ന് വെച്ചാൽ അതായത് മാറ്റം ഇഷ്ടമാണ്, പക്ഷെ പെരിയ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ, അതല്ലായിരുന്നു ലിബറൽസ്. അപ്പൊ ലിബറൽസ് ഇൻ റഷ്യ കമ്പൈൻ ടു എൻഡ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഈ ഒരു സംഭവം നമുക്ക് ഇല്ലാതാക്കണം. മാറ്റമെങ്കിൽ മാറ്റം എന്ന് വെച്ചാൽ അത് നല്ലതിന് വേണ്ടി ഒരു മാറ്റം വേണം നമുക്ക് എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, റഷ്യയിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് എൻഡ് വരുത്താൻ അവർ തീരുമാനിച്ചു. അപ്പം അവർ ലിബറൽസ് ആരുമായിട്ട് എന്താണ് കമ്പൈൻ ചെയ്തു, സോഷ്യൽ ഡെമോക്രാറ്റും അതുപോലെ തന്നെ സോഷ്യൽ റെവല്യൂഷണറി, ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയത്തില്ലേ, അതുമാതിരി തന്നെ എല്ലാവരെയും കൂട്ടുപിടിച്ചിട്ട് പെസൻസും അതുപോലെ തന്നെ ഒരു പെസൻസും വർക്കേഴ്സുമായിട്ട് എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യണം എന്ന് തന്നെ അവർ തീരുമാനിച്ചു. അപ്പം ദേ വർ സപ്പോർട്ടഡ് ബൈ ഇൻ ദ എംപയർ ബൈ നാഷണലിസ്റ്റ് പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു അതിന്. ഇനി നാഷണലിസ്റ്റ് ആരാണ്?
ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കിക്കേ. നാഷണലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പേഴ്സൺ ഹു ഹാസ് സ്ട്രോങ് സെൻസ് ഓഫ് പ്രൈഡ്, ഡിവോഷൻ ആൻഡ് ലോയാലിറ്റി ടു ദയർ നേഷൻ. അതായത് ഒരു തൻ്റെ നേഷനിലേക്ക്, ഇപ്പം നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനോടൊരു ബഹുമാനവും നമുക്കതിൻ്റെ എൻ്റെ രാജ്യം എന്നുള്ളൊരു ഫീലിംഗ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ഉള്ളതിനെയാണ് നമുക്ക്, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉള്ള പേഴ്സണെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാഷണലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ നാഷണലിസ്റ്റ് സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഇൻ മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസ് ബൈ ജാദിദിസ്റ്റ് ഹു വാണ്ടഡ് മോഡേണൈസ്ഡ് ഇസ്ലാം ടു ലീഡ് ദ സൊസൈറ്റി. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആളുകൾ അതും അവരും സപ്പോർട്ട് ചെയ്ത്, ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയടാ, സംഭവം കയ്യിൽ നിന്ന് പോയടാ എന്ന് നമ്മൾ പറയത്തില്ല. ആ ഒരു സിറ്റുവേഷൻ എവിടെയാണ്, എങ്ങനെയാണ് റഷ്യയിൽ ഉണ്ടായതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ 1904 ഭയങ്കരമായിട്ടുള്ള ഒരു വിലക്കയറ്റം, ഒരു പ്രൈസിന്, എസെൻഷ്യൽ ഗുഡ്സിന് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നമുക്ക് വേണ്ട ഗുഡ്സിനൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, പ്രൈസ് അങ്ങ് കൂടി. അപ്പം അതുപോലെ തന്നെ ഈ തൊഴിലാളികളുടെയൊക്കെ എന്താണ് ശമ്പളം, റിയൽ ആയിട്ടുള്ള കിട്ടിയിരുന്ന വേജിൽ നിന്ന് 20% കുറഞ്ഞു. ഒന്നാമതേ ഒന്നും കിട്ടുന്നില്ല, അതിൻ്റെ കൂടി ഇതും കൂടെ കുറഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതിനെതിരെ എന്തായാലും ആൾക്കാർ എന്ത് ചെയ്തു, പ്രൊട്ടസ്റ്റ് ചെയ്യും, സമരങ്ങളൊക്കെ ഇറങ്ങി. അപ്പം അന്ന് ഫാദർ ഗപ്പോണിന്റെ നേതൃത്വത്തിലായിരിക്കുന്ന കുറച്ച് തൊഴിലാളികൾ രാജാവിന്റെ, ഏത് രാജാവാണ് നമ്മൾ പറയുന്നത്, ഇപ്പം ജാർ നിക്കോളസ്, അപ്പൊ പുള്ളിക്കാരന്റെ വിന്റർ പാലസിലേക്ക് സമാധാനമായിട്ട് ഒരു മാർച്ച് ചെയ്തു. അപ്പൊ നിങ്ങളായിരിക്കും മിസ്സേ ഈ സമാധാനമായിട്ട് മാർച്ച് നടത്തിയിട്ട് എങ്ങനെയാണ് ഈ ബ്ലഡി സൺഡേ ഒക്കെ വന്നത്, എങ്ങനെയാണ് ആ അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മളായിരിക്കും, നമ്മൾ ചിലപ്പോൾ നല്ലവനായിരിക്കും, ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അതുപോലെ ആയിരിക്കണമെന്നില്ല അല്ലേ. അപ്പൊ അതുപോലെ തന്നെ പക്ഷെ ഈ രാജാവിന്റെ പോലീസും സൈന്യവും ഒക്കെ ആയിട്ട് അവരോട് എന്ത് ഓർഡർ ചെയ്തു, കൊസാക്സ് എന്നാണ് കേട്ടോ അവരെ വിളിക്കുന്നത്. അപ്പൊ അവരോട് എന്ത് ഓർഡർ ചെയ്തു, ഈ ഫയർ ഓപ്പൺ, അതായത് ഷൂട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഷൂട്ട് ചെയ്തു. ആ ഒരു ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കിനും 100-ലധികം പേര് മരിച്ചു, 300-ലധികം പേർക്ക് പരിക്ക് പറ്റി. അപ്പൊ അത് ചരിത്രത്തിൽ ഒരു ബ്ലഡി സൺഡേ, എത്രയും പേര് കൊല്ലപ്പെട്ടു, എങ്ങോട്ട് നോക്കിയാലും രക്തമൊക്കെ ചിന്നി ചിതറി എല്ലായിടത്തും കിടക്കുന്നു. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഇളയ പ്രായത്തിലുള്ളവരെന്നും ആ ഒരു സമയത്ത് അവരൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അവരൊക്കെ ഇതുപോലെ എന്ത് ചെയ്തു, കൊന്നു കളഞ്ഞു. അപ്പം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തു നോക്കി. ഇപ്പം ഞാൻ ഈ ഒരു പാരഗ്രാഫിന്റെ സമ്മറി ആയിട്ടാണ് പറഞ്ഞത്. ഇപ്പം നമുക്ക് അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, ഇതായിരുന്നു ആ സംഭവം. ഇതാണ് നമ്മുടെ സസ്പെൻസ്. ഓക്കെ, ദാറ്റ് റിയൽ വേജസ് ഡിക്ലൈൻ ബൈ 20%. അണ്ടർലൈൻ ചെയ്തോ? അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ആൻഡ് പേജസ് വെറ്റ് ട്രൈങ് ഡിമാൻഡിങ് എ റിഡക്ഷൻ. ഞാൻ പറഞ്ഞു സമരം നടത്തി. എന്തിനായിട്ട്? ഒന്നാമത് ശമ്പളമില്ല, അതിൻ്റെ കൂടെ വീണ്ടും ശമ്പളം കുറച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ സ്ട്രൈക്ക് ചെയ്തു, സ്ട്രൈക്സ് നടത്തി. ഓക്കെ ആണോ? ഓക്കെ, പിന്നെ ഫാദർ ഗപ്പോൺ ഞാൻ പറഞ്ഞില്ലേ, ലെഡ് ബൈ ഫാദർ ഗപ്പോൺ എവിടെത്തി? വിന്റർ പാലസിലെത്തി. ആരവരെ അറ്റാക്ക് ചെയ്തു? പോലീസ് ആൻഡ് കൊസാക്സ്. ആരുടെ നിർദ്ദേശപ്രകാരം അറ്റാക്ക് ചെയ്തു? ജാർ നിക്കോളസ് II രാജാവിന്റെ. എത്ര പേര് കൊല്ലപ്പെട്ടു? 100 പേര് കൊല്ലപ്പെട്ടു. എത്ര പേർക്ക് പരിക്കുണ്ടായി? 300 പേർക്ക് പരിക്കുണ്ടായി. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ്, ഇങ്ങനെ നടന്നു ഇതൊക്കെ കഥ പോലെ പറഞ്ഞിരിക്കുമ്പോൾ കേട്ട ഇൻട്രസ്റ്റോടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിയാണ് സോഷ്യൽ. Okay, the incident known as Bloody Sunday started a series of events that became known as the 1905 revolution. ഇതിനെയാണ് ബ്ലഡി സൺഡേ എന്ന് വിളിക്കുന്നത്. അത്രയും പേര് കൊല്ലപ്പെട്ടു. 100 പേരെന്നൊക്കെ പറയുമ്പോൾ എത്രയോ ശരീരങ്ങൾ ഇങ്ങനെ കൊല്ലപ്പെട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഹറാസ്മെന്റ് ആണ്, അതെന്ത് ക്രൂരതയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു സംഭവത്തോടെ എന്താണ്, കയ്യിലിരുന്നതും പോയി, എല്ലാം പോയി, കയ്യിന്നേ പോയി. അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തി. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ്, ആൾക്കാർ അതിൻ്റെ ആ ഒരു ഫലമായിട്ട് ആൾക്കാർ പ്രതിഷേധിക്കാൻ ഭയങ്കരമായിട്ടുള്ള സ്ട്രൈക്കും പ്രതിഷേധവും ഒക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു പ്രഷറിൽ എന്ത് വന്നു, ജനങ്ങളെ ഒന്ന് ശാന്തരാക്കാൻ ജാർ നിക്കോളസ് II ഒരു ഡൂമ ഫോം ചെയ്യേണ്ടി വന്നു. ഡൂമ എന്താണ്, എലക്റ്റഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേറ്റീവ് പാർലമെന്റിനെയാണ് നമ്മൾ ഡ്യൂമ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ഡ്യൂമ എന്ന് നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്തേക്ക്. ഇലക്റ്റഡ് കൺസൾട്ടേറ്റീവ് പാർലമെന്റ് ഇസ് നോൺ ആസ് ഡ്യൂമ. ഓക്കെ, ഫോർ എ ബ്രീഫ് വൈൽ. അപ്പം ഇതെന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഡൂമ ഫോം ഒക്കെ ചെയ്തു.
പക്ഷെ അവിടെ there were several restrictions were placed on political activity. The Tsar dismissed the first Duma. Within 75 ദിവസം ആയപ്പോഴത്തേക്കിനും ഡ്യൂമ അങ്ങ് കൂട്ടി. അപ്പോൾ ഒന്നും കൂടെ എലക്ട് ചെയ്തു. ഇതിന് കാരണമുണ്ട് കേട്ടോ, ഇങ്ങനെ എന്താണ് ഡ്യൂമ പോവാൻ കാരണം, അത് ഞാൻ പറയാം. then he ഒന്നും കൂടെ എലക്ട് ചെയ്തു ഡ്യൂമ with 3 months, 3 മാസത്തിന് ഒന്നും കൂടെ എലക്ട് ചെയ്തു ഡ്യൂമ. he did not want any questioning of his authority or any reduction in his power. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുള്ളിക്കാരന്റെ പവർ ഒന്നും വിട്ടുകൊടുക്കാൻ തൽപരകക്ഷിയല്ല. അത്രയ്ക്ക് എന്താണ് പവേഴ്സിനെ അത്രയധികം പവർ ഇസ് പവർ, അത്ര അധികാരത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്, Tsar Nicholas II. പുള്ളിക്കാരൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. ഓക്കെ, അപ്പം പുള്ളിക്കാരന് പവർ ഒരിക്കലും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. he changed the voting laws and packed the third Duma with conservative politicians, liberals and revolutionaries were kept out. എന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ കാര്യത്തിന് ഈ മറ്റേ കളിപ്പാവ് പോലെ എസ് പറയുന്ന ആൾക്കാരെ ആയിരുന്നു വേണ്ടത്. പുള്ളിക്കാരനെ ഒരാൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വൈ എന്നെങ്കിൽ എന്തുകൊണ്ട് എന്ന് ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്താൽ അതിന് പുള്ളിക്കാരനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് എന്ത് എലക്റ്റഡ് ഡ്യൂമ ഡിസ്മിസ് ആവുന്നത്. അങ്ങനെ മൂന്നാമത്തെ ഡ്യൂമ എലക്റ്റഡ് ആയി. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നമ്മൾ 2.5 the first world war and the Russian empire പോവാണ്. ഇതാണ് നിങ്ങളുടെ യൂണിറ്റ് 2 ലാസ്റ്റ് ടോപ്പിക്. ഇത്രയും നേരം കേട്ടിരുന്നത് ബോർ അടിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഡയറക്ട്ലി പോവാണ് അതിലേക്ക്. In 1914 war broke out between two European alliances. യൂറോപ്യൻ അലയൻസസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ജർമ്മനി, ഓസ്ട്രിയ, ടർക്കി അവരാണ് സെൻട്രൽ പവർ. പിന്നെ അതുപോലെ തന്നെ ഫ്രാൻസ്, ബ്രിട്ടൻ ആൻഡ് റഷ്യ, ലേറ്റർ ഇറ്റലി ആൻഡ് റൊമാനിയ, ഇവരാണ് സെൻട്രൽ പവേഴ്സ് എന്ന് പറയുന്നത്. Each country had global empire and the war was fought outside Europe as well as in Europe. This was the first world war. ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം എന്ന് ക്വസ്റ്റ്യൻ വരും, അപ്പൊ എഴുതണം കേട്ടോ. അപ്പൊ ഈ റഷ്യയില് ഇങ്ങനെ വാറ് ഭയങ്കര പോപ്പുലറായ ആൾക്കാര്, Tsar നിക്കോളസിന് ചുറ്റും ആൾക്കാർ ഇങ്ങനെ എന്താണ് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ആ സമയത്ത് വാർ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം Tsar Nicholas refused to consult main parties in Duma. അതായത് elected parliament ഒക്കെ ഉണ്ടാക്കിയ സംഭവം വെച്ചു, പക്ഷെ അവരുടെ ഒരു അഭിപ്രായം ആര് ചോദിച്ചില്ല, Tsar ചോദിച്ചില്ല. അപ്പം സപ്പോർട്ട് വോർ എന്ന് വെച്ചാൽ സപ്പോർട്ട് അവിടെ കുറഞ്ഞു. Anti-German sentiments ran high, as can be seen in the renaming of St. Petersburg, the German name as Petrograd. അതെന്ന് വെച്ചാല് ആൾക്കാരുടെ ഉള്ളിലെ എന്താണ് ആ ഒരു സെന്റിമെന്റ്സ്, ജർമ്മൻ സെന്റിമെന്റ്സ് ഭയങ്കരമായിട്ട് കൂടി. അവർ എന്നിട്ട് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ നെയിം റീനെയിമിംഗ് ഓഫ് സെന്റ് പീറ്റേഴ്സ്ബർഗിനെ അവർ റീനെയിം ചെയ്തു. ഓക്കെ, സെന്റ് പീറ്റേഴ്സ്ബർഗിനെ റീനെയിം ചെയ്തു. അതൊരു ജർമ്മൻ നെയിമാണ്. അതിനെ എന്തായിട്ട് റീനെയിം ചെയ്തു, പെട്രോഗ്രാഡ് എന്നായിട്ട് റീനെയിം ചെയ്തു. The Tsarina Alexandra's German origin. അത് Tsarina Alexandra's എന്ന് പറയുന്നത് അവര് പുള്ളിക്കാരി ജർമ്മൻകാരിയാണ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പുവർ അഡ്വൈസറീസ്, അതായത് രാസ്പുട്ടിൻ എന്ന് പറയുന്ന ഒരാളാണ് രാജാവേ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു മോങ്ക് ഉണ്ടായിരുന്നു. മോങ്ക് എന്ന് പറഞ്ഞാൽ അഡ്വൈസറി എന്നുള്ള രീതിയിലാണ് അതായത് ഇങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ രാജാവേ താങ്കൾ ഈ രീതിയിൽ പോയാൽ നല്ലതായിരിക്കും, ഇത് കൊള്ളാലോ ഐഡിയ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആള്. ഓക്കെ, മെയ്ഡ് ദ ഓട്ടോക്രസി അൺപോപ്പുലർ. അപ്പം അതോടെ എന്താണ്, എല്ലാം വെള്ളത്തിലായി. ഒന്നാമതേ രാജാവിനെ ആർക്കും ഇഷ്ടമല്ല, ഇതിന്റെ കൂടെ ആയപ്പോഴത്തേക്കിനും എല്ലാം കൂടെ കയ്യിൽ നിന്ന് പോയി കിട്ടി. The First World War on the Eastern Front differed from that on the Western Front. In the West, armies fought from trenches stretched along Eastern France. In the East, armies moved a good deal and fought battles, leaving large casualties. Defeats were shocking and demoralizing. Russia's army lost badly in Germany and Austria between 1949 and 1916. നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ആ ഒരു പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധം കാരണം ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു യുദ്ധം കാരണം റഷ്യയുടെ 7 മില്യൺ പോപ്പുലേഷൻ ആൾക്കാർ കാഷ്വാലിറ്റിയിലായി. ഒരുപാട് പേര് എന്താണ് അവർക്ക്
പരിക്ക് പറ്റി. ഓക്കെ, റഷ്യൻ എന്താണ് സോൾജിയേഴ്സ് പിന്മാറാൻ തുടങ്ങി. അപ്പൊ റഷ്യൻ സോൾജിയേഴ്സ് ഇങ്ങനെ മുന്നോട്ട് പിന്മാറാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും 3 മില്യൺ റെഫ്യൂജീസ് റഷ്യയിൽ വന്നു. അതായത് ക്രോപ്സും ബിൽഡിങ്സും ഒക്കെ ഓപ്പോസിറ്റ് എനിമീസ് അറ്റാക്ക് ചെയ്തു. ഇപ്പം ആർമിയിലെ സോൾജിയേഴ്സിന് ഓൾറെഡി എന്താണ് പരിക്ക് പറ്റിയല്ലോ. അപ്പം അവരവിടെ നിന്ന് പിന്മാറിയപ്പോഴത്തേക്കിനും ഇതുപോലെ ക്രോപ്സ് ബിൽഡിങ്സിനൊക്കെ അടിക്കാൻ തുടങ്ങി. അപ്പം ആൾക്കാർക്ക് കിടക്കാൻ വീടും ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തു, ആൾക്കാർ സ്ട്രീറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഫാക്ടറികളൊക്കെ അടച്ചുപൂട്ടി, റെയിൽവേ ട്രാക്കുകളൊക്കെ തകർന്നു. ആഹാര സാധനങ്ങളെ റൊട്ടിക്ക് വേണ്ടിയൊക്കെ ആൾക്കാർ അടി ഉണ്ടാക്കി. അപ്പം ജനങ്ങളുടെ ആ ഒരു ക്ഷമ, ആ ഒരു പേഷ്യൻസ് പൂർണ്ണമായിട്ട് അങ്ങ് നശിച്ചു. ഓക്കെ, ആ ഒരു ലെവൽ, അത്രയും പ്രഷർ, അത്രയും ഹറാസ്മെന്റിൽ കഴിക്കാൻ പോലും ഇച്ചിരി ഭക്ഷണം ഇല്ലാതെ, ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് പറയുന്നതല്ല, ഇതൊക്കെ അവിടെ നടന്നിരുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഇതൊരു കഥ പോലെ പറയുന്നെങ്കിലും ഇതൊക്കെ നമ്മുടെ ഹിസ്റ്ററിയാണ്, നമ്മുടെ പാസ്റ്റ് ആണ്. ഇങ്ങനെ കുറെ ആൾക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുഭവിച്ചിരുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ. അതാണ് ഈ വലിയ പാരഗ്രാഫായിട്ട് കുറെ കാഷ്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. There were over 7 million casualties, 3 million from soldiers did not wish to fight such a war. ഇതൊക്കെയാണ് ഞാനിപ്പോൾ ചുരുക്കി പറഞ്ഞു തന്നത്. പക്ഷെ ദാറ്റ് ഡസൻറ്റ് മീൻ നിങ്ങളും ചുരുക്കി വായിച്ചു വിടണമെന്നും, ഇങ്ങനെ ചുരുക്കി വായിച്ചാൽ ചുരുക്കി മാർക്ക് കിട്ടും, ഇത്രേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, എന്നാലും വായിക്കുക, റീഡ് നന്നായിട്ട് വായിക്കുക കേട്ടോ. The war also had a severe impact on industry. Russia on industry, ഞാൻ പറഞ്ഞില്ലേ, ഇൻഡസ്ട്രീസ് ഒക്കെ അടച്ചുപൂട്ടി. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ തല്ലുകൂടി. റെയിൽവേ ലൈൻ ബ്രോക്ക് ഔട്ട്. പിന്നെ as a result there were labor shortage, small workshops producing essentials അത് ഷട്ട് ഡൗൺ ചെയ്തു. ആർമിക്ക് മോസ്റ്റ് ഓഫ് ദ സപ്ലൈസും ഗ്രെയിൻസ് ഒക്കെ ആർമിക്ക് കഴിക്കാൻ കൊടുത്തു വിട്ടപ്പോൾ ആൾക്കാർക്ക് കഴിക്കാനൊന്നും ഇല്ലാതായി. സിറ്റീസ് ബ്രെഡ് ആൻഡ് ഫ്ലോർ ബിക്കെയിം സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇല്ല, കുറഞ്ഞു. ഓക്കെ, ബൈ ദ വിന്റർ ഓഫ് 1916 riots at bread shops very common. അതായത് റൊട്ടിക്ക് വേണ്ടി വരെ അടികൂടി. ഇത്രയാണ് നമ്മൾ എന്താണ് ഈ ഒരു പാർട്ടിൽ കണ്ടത്. ഇനി അടുത്ത പാർട്ടില് ഈ പട്ടിണിയും മരണവും രാജാവിൻ്റെയൊക്കെ അഹങ്കാരവും ഒക്കെ ചേർന്ന് റഷ്യയെ ഒരു ഇപ്പൊ പൊട്ടും എന്ന് നമ്മൾ പറയത്തില്ല, അങ്ങനെ രീതിയിൽ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഓൾറെഡി അത്രയും മൂർധന്യാവസ്ഥയിൽ എത്തിച്ചു. അപ്പൊ ഇനി അടുത്തതായിട്ട് എന്ത് സംഭവിക്കും? പൊട്ടുവോ, പൊട്ടത്തില്ലേ, അല്ലെങ്കിൽ ഫെബ്രുവരി റെവല്യൂഷൻ, ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കും. ഓക്കെ ആണ്. അപ്പം അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കിനും എല്ലാവരും റീഡർ ഇപ്പൊ ഇത്രയും പഠിപ്പിച്ച പാട്ട് വായിക്കുക, ഒന്നും കൂടെ വായിക്കുക. എന്നിട്ട് തന്നെ ഇങ്ങനെ ഇതിന് ശേഷം എന്ത് സംഭവിച്ചു, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നൊക്കെ ഓർത്തെടുക്കാൻ സ്വന്തമായിട്ട് നോക്കുക. ഓക്കെ, അപ്പം ഈ വീഡിയോ മനസ്സിലായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇടുക കേട്ടോ. ഓക്കെ, എന്നാൽ ബൈ.